പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വഖഫ് ബിൽ മുസ്ലിം വിരുദ്ധമല്ല. ബില്ലിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. हमने साहब मैं अभी भी आपके माध्यम से, इस सदन के माध्यम से देश भर के मुसलमान भाइयों बहनों को कहना चाहता हूं, आपके वक़्फ में एक भी नॉन मुस्लिम नहीं आएगा. ये एक्ट में ऐसा कोई प्रावधान नहीं. मगर जो वक़्फ बोर्ड है और वक़्फ परिषद है, उसका काम क्या है? वक़्फ की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकालने का. വഖഫ് ബോർഡ് മതത്തിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. The registration piece of legislation given priority by this government, you can see that to have only one agenda, to divide our own Bharat Mata on the name of religion. To divide Bharat Mata on the name of religion. This is the only one agenda. ബില്ലിലൂടെ മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമം എന്നായിരുന്നു CPM അംഗം K രാധാകൃഷ്ണന്റെ വിമർശനം. മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം. അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറയാം. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് 2025 വലിയ തമാശ എന്നായിരുന്നു ET മുഹമ്മദ് ബഷീറിന്റെ പരിഹാസം. Honorable Prime Minister has committed a speech, lengthy speech, claiming as he is the savior of the minorities. I would like to say that is the biggest tamasha of 2025. There has no iota of truth in it. It is his government. He tortured the minorities in India, physically, mentally, socially and economically. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ബില്ലിന്മേൽ ചൂടേറിയ ചർച്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കിരൺ റിജിജുവിന്റെ മറുപടി എപ്പോഴേക്കുണ്ടാകും? എത്ര അംഗങ്ങൾ ഇനി സംസാരിക്കാനുണ്ട്? പുതിയ വിവരങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ ശക്തമായ വിമർശനങ്ങളും ആരോപണങ്ങളും കൃത്യമായ മറുപടികളുമാണ് ഭരണ പ്രതിപക്ഷങ്ങൾ ഈ ചർച്ചയുടെ വേളയിൽ ഉന്നയിക്കുന്നത്. ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയത് ഇത് ഭരണഘടനാ വിരുദ്ധമല്ല. ഈ നിലവിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ല് കൃത്യമായ ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ, നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ബില്ല് രൂപപ്പെടുത്തിയതെന്നായിരുന്നു കിരൺ റിജിജു അറിയിച്ചത്. UPA കാലത്ത് അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ വഖഫ് ബോർഡിന് നൽകി. അതെല്ലാം പരിമിതപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അതെല്ലാം, അതായത് പല ഭൂമികൾ വഖഫാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് മാറിയപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പുതിയ നിയമം, അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് ക്ഷേമമുണ്ടാക്കുന്ന രീതിയിലാണ് ആ ബില്ല് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതായിരുന്നു കിരൺ റിജിജു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അതിനുശേഷം ഗൗരവ് ഗൊഗോയ്, പ്രതിപക്ഷത്ത് നിന്ന് ഗൗരവ് ഗൊഗോയ് ആ ബില്ലിനെ ശക്തമായി എതിർത്തു. വിഭജനത്തിൻ്റെ സ്വഭാവമാണ് ഈ ബില്ലിലുള്ളത് എന്നതായിരുന്നു ഗൗരവ് ഗൊഗോയ് ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ പല അംഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്ത് നിന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിനൊടുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനെയും UPA സർക്കാരിനെയും വിമർശിച്ച് രംഗത്ത് വരികയും ഉണ്ടായി. ഈ നുണപ്രചാരണമാണ് ഈ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് CAA നടപ്പിലാക്കിയ സമയത്തും ഇത്തരത്തിൽ നുണപ്രചാരണം നടത്തി. എന്നിട്ട് ആ CAA നടപ്പിലാക്കിയപ്പോൾ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടമായോ എന്ന് അമിത്ഷാ ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, ഇസ്ലാമിക ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്, ന്യൂനപക്ഷങ്ങളുടെ പൈസ കട്ടെടുക്കുന്നവരെ പിടികൂടാൻ കൂടിയാണ് ഈ പുതിയ ബില്ല് എന്നായിരുന്നു അമിത്ഷാ നൽകിയ മറുപടി. ഒപ്പം കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ CPM-ന്റെ K രാധാകൃഷ്ണൻ MP
ശക്തമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് സഭയിൽ ഉണ്ടായത്. പറഞ്ഞതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ അല്ല ഈ ബില്ല് കൊണ്ടുവന്നത് എന്ന് ഭരണപക്ഷത്തിന് തന്നെ അറിയാം. അത്തരത്തിൽ ന്യൂനപക്ഷ ക്ഷേമത്തിലായിരുന്നെങ്കിൽ ആ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കണമായിരുന്നു. എന്നാൽ ഓരോ വർഷവും ആ സ്കോളർഷിപ്പിൻ്റെ തുക വെട്ടിക്കുറയ്ക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ദേവസ്വം ബോർഡുകളിലെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് സുരേഷ് ഗോപിക്ക് മറുപടി നൽകേണ്ടി വന്നു. സുരേഷ് ഗോപി അതിനെ വിമർശിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി പറഞ്ഞത്, കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് നാളെ രാജ്യസഭ ഈ ബില്ലിന്മേൽ ഒരു തീരുമാനമെടുക്കുന്നതോടുകൂടി കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയം അറബിക്കടലിൽ മുങ്ങിത്താഴേണ്ടി വരും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ക്ഷുഭിതനായിക്കൊണ്ട് അദ്ദേഹം ഇതിനെതിരെ വിമർശിച്ചത്. അതിനുശേഷം KC വേണുഗോപാൽ MP സംസാരിച്ചു. അദ്ദേഹവും ഇതിനെതിരെ ശക്തമായ എതിർപ്പ് ഈ ബില്ലിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഇന്ത്യയെ കൃത്യമായി വിഭജിക്കുവാനുള്ള, മതപരമായി വിഭജിക്കുവാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് എന്നായിരുന്നു KC വേണുഗോപാലും ഇത് സംബന്ധിച്ച് വിമർശിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബില്ലിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഭരണപക്ഷം ഈ ബില്ല് മുസ്ലിം ക്ഷേമത്തിനായാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അവർ അതിനെ പ്രതിരോധിക്കുന്നത്. TDP JDU ഉൾപ്പെടെയുള്ള NDA ഘടകകക്ഷികളും ഈ ബില്ലിനെ അനുകൂലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 39 അംഗങ്ങളായിരിക്കും ഈ ചർച്ചയുടെ വേളയിൽ സംസാരിക്കുക. അതിൽ 30ഓളം അംഗങ്ങൾ സംസാരിച്ചതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ചർച്ചകൾക്കൊടുവിലായിരിക്കും കിരൺ റിജിജു അംഗങ്ങൾക്കുള്ള മറുപടി നൽകുക. അതിനുശേഷമായിരിക്കും ഈ ബില്ല് പാസ്സാക്കാനുള്ള നടപടികളിലേക്ക്, വോട്ടിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ലോക്സഭ കടക്കുക. റിജിത്ത്. അച്യുതൻ തുടരുക. വളരെ ചൂടേറിയ ചർച്ച ഇപ്പോഴും നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട്, വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടക്കുകയാണ്. ഇനിയും 9 or 10 അംഗങ്ങൾ സംസാരിക്കാനുണ്ട്, ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കിരൺ റിജിജുവിൻ്റെ മറുപടി ഉണ്ടാകും. അതിനുശേഷം ബില്ല് പാസ്സാക്കുന്ന നടപടികളിലേക്ക് ലോക്സഭ കടക്കുകയും ചെയ്യും. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ലോക്സഭയിൽ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിരുന്നു. വഖഫ് ഭൂമികൾ നിയന്ത്രിക്കാൻ മാത്രമാണ് ഈ ബില്ലെന്നും പള്ളികളുടെ നിയന്ത്രണത്തെ അത് ബാധിക്കില്ല എന്നും കിരൺ റിജിജു സഭയിൽ വ്യക്തമാക്കിയിരുന്നു. വഖഫ് വസ്തുക്കളുടെ പരിപാലനത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പ്രതിപക്ഷം ഉയർത്തുന്നത് പോലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിലില്ല എന്നും ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന വിമർശനമൊക്കെ ഭരണപക്ഷത്ത് നിന്ന് നമ്മൾ കേട്ടു. വഖഫ് ബില്ലിലൂടെ ഒരു ഭൂമിയും തട്ടിയെടുക്കില്ല, രാജ്യത്തുടനീളം പ്രതിപക്ഷം നുണ പ്രചരിപ്പിക്കുകയാണ് എന്ന പരാമർശം കേന്ദ്ര മന്ത്രി കിരൺ റിജിജു നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ അമിത്ഷാ സംസാരിക്കുന്ന ഘട്ടത്തിൽ ബിൽ ഭരണഘടനാ വിരുദ്ധമല്ല, പ്രതിപക്ഷം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുകയാണ്, നിരവധി സ്ഥലങ്ങൾ വഖഫിൻ്റെ പേരിൽ പലരും കൈക്കലാക്കിയിട്ടുണ്ട്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ, അത്തരത്തിലുള്ള സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബില്ല് എന്ന കാര്യം ഭരണപക്ഷം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വഖഫ് അഴിമതി നിയന്ത്രിക്കാൻ ഈ ബിൽ സഹായകമാകും എന്ന് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളെ തള്ളിക്കൊണ്ട് അമിത്ഷാ വ്യക്തമാക്കുന്നു. അതിനിടയിൽ കേരള MP-മാരുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബിൽ എന്ന പ്രതികരണം KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ശ്രമമാണ് എന്ന് AT മുഹമ്മദ് ബഷീർ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അതിനിടയിൽ വളരെ നാടകീയമായ രംഗങ്ങൾക്കും സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചിരുന്നു. അച്യുതൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. അച്യുതൻ, ഈ കേരള MP-മാർക്കിടയിൽ തന്നെ ഒരു വാക്പോര് ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. വളരെ പ്രകോപിതനായിക്കൊണ്ട്, ക്ഷുഭിതനായിക്കൊണ്ട് സുരേഷ് ഗോപി K. രാധാകൃഷ്ണന് മറുപടി നൽകുന്നത് കണ്ടു. രാജ്യസഭ കൂടി ഇത് പാസ്സാക്കിയാൽ കേരള നിയമസഭ അവതരിപ്പിച്ച പ്രമേയം അത് അറബിക്കടലിലേക്ക് പോകും എന്ന പരിഹാസത്തോടു കൂടിയുള്ള പ്രതികരണം, കേരള MP-മാർ സ്വീകരിച്ച നിലപാട്, അവരുടെ പരാമർശങ്ങൾ, അതിനിടയിലെ സുരേഷ് ഗോപി ക്ഷുഭിതനായി നൽകിയ മറുപടി, വിശദാംശങ്ങൾ അച്യുതൻ. അരിജിത്ത്, K. രാധാകൃഷ്ണൻ MP ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് ആ ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് K. രാധാകൃഷ്ണൻ MP ചൂണ്ടിക്കാട്ടിയൊരു കാര്യം, പണ്ട് കേരളത്തിൽ ദേവസ്വം ബോർഡുകളുണ്ട്. അതിൽ ഒരിക്കൽ ദേവസ്വം ബോർഡിലെ ഒരു മെമ്പറിൻ്റെ പേര്, ഒരംഗത്തിൻ്റെ പേര്, ക്രിസ്ത്യൻ പേര് വന്നതിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട്, അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിലേക്ക് നയിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പോൾ ആ സംഭവത്തെപ്പറ്റി ഭരണപക്ഷം ചോദിക്കുകയും കൃത്യമായ വർഷം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ K. രാധാകൃഷ്ണൻ MP ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. 1987
ഒരു ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന സമരം ആ ഘട്ടത്തിലാണെന്ന് ഉണ്ടായത് എന്നും ഇതുകൊണ്ടാണ് പറയുന്നത് ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവസരം നൽകണം. ഇപ്പോൾ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിനിടയിൽ അമുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു. അത് മറ്റ് മതവിഭാഗങ്ങളിലും അങ്ങനെ ഏർപ്പെടുത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഹിറ്റ്ലറുടെ ജർമ്മൻ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മാർട്ടിൻ ലിയോൺ മുള്ളറിൻ്റെ അന്നത്തെ കവിത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് കെ രാധാകൃഷ്ണൻ എം പിയുടെ ആ ഒരു സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം സഭാ അധ്യക്ഷൻ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചതുകൊണ്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു, മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്ന് മറുപടി നൽകുകയായിരുന്നു. അത് പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിലെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടാൻ തൻ്റെ പേര് മനഃപൂർവ്വം വലിച്ചിടുകയുണ്ടായി. കേരള നിയമസഭ പാസാക്കിയ ഒരു പ്രമേയമുണ്ട്. നാളെ രാജ്യസഭ തീരുമാനം എടുക്കുന്നതോടെ ആ പ്രമേയം അറബിക്കടലിൽ മുങ്ങിത്താഴും എന്നായിരുന്നു പരിഹസിച്ചത്. ഈ ഒരു അധ്യായത്തിന്, അതായത് ഈ വഖഫ് ബിൽ എന്ന അധ്യായം പൂർത്തിയാകുന്നതുവരെ ഒന്ന് കാത്തിരിക്കൂ എന്നതായിരുന്നു ക്ഷുഭിതനായിക്കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞത്. അതായത് കേരള നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറബിക്കടലിൽ മുങ്ങിത്താഴും എന്ന രീതിയിൽ ക്ഷുഭിതനായിക്കൊണ്ട് മറുപടി നൽകുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കൃത്യമായ പോരായ്മകൾ മറികടക്കാനുള്ള നീക്കം എന്നാണ് ബില്ലിനെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. വഖഫ് ബോർഡുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ വഖഫിന്റെ നിർവചനങ്ങൾ പുതുക്കുക, രജിസ്ട്രേഷൻ പ്രക്രിയ മെച്ചപ്പെടുത്തുക, വഖഫ് രേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത കൊണ്ടുവരിക, ഇങ്ങനെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നതിനിടയിലും നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ചർച്ചയിൽ പ്രതിരോധം തീർക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ഇനി വളരെ കുറച്ച് പേർ മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം കിരൺ റിജിജുവിൻ്റെ മറുപടി ഉണ്ടാകും. തുടർന്ന് ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ലോക്സഭ കടക്കുകയും ചെയ്യും. വലിയ വിവാദങ്ങൾക്കിടയിലാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. എന്താണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം? എന്ത് മാറ്റങ്ങളാണ് ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ വരാൻ പോകുന്നത് എന്ന കാര്യം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇനി ഗോകുൽ രവി തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ സുപ്രധാന നീക്കങ്ങളിലൊന്നായിരുന്നു വഖഫ് ഭേദഗതി ബിൽ. ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യമോ സ്വകാര്യമോ ആയ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളെയാണ് വഖഫ് എന്ന് വിളിക്കുന്നത്. 1954 വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നു. വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്രതലത്തിൽ വഖഫ് കൗൺസിലും നിലവിൽ വന്നു. 1995 ഈ നിയമം റദ്ദാക്കി വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പാക്കി. തുടർന്ന് 2013 കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വഖഫിന്റെ പ്രവർത്തനം. ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ഭേദഗതി പ്രകാരം മാറ്റം വരുന്നത് 44 വകുപ്പുകളിലാണ്. എന്തൊക്കെയെന്ന് പരിശോധിക്കാം. വഖഫ് നിയമത്തിന്റെ സെക്ഷൻ 3I മാറ്റം വരുത്തും. ഈ സെക്ഷൻ പ്രകാരം വസ്തു വഖഫാക്കി മാറ്റാൻ വാക്കാലുള്ള ഉടമ്പടി മതി. എന്നാൽ ഭേദഗതി നിലവിൽ വന്നാൽ കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് മാത്രമേ വഖഫിന് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല 5 വർഷമെങ്കിലും ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കേ സ്വത്തുക്കൾ വഖഫാക്കി മാറ്റാൻ സാധിക്കുകയുമുള്ളൂ. ഏറ്റവും പ്രധാനം വഖഫ് ബോർഡുകളുടെ അധികാര പരിധിയും സ്വത്ത് വിനിയോഗവും നിയന്ത്രിക്കപ്പെടും എന്നതാണ്. വഖഫ് ഭേദഗതി പ്രകാരം ഭൂമി വഖഫിൽപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിന് നഷ്ടമാകും. പകരം വസ്തുവിന്റെ സർവേ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർമാർക്കായിരിക്കും. നിലവിൽ ഭൂരിപക്ഷം വഖഫ് ബോർഡ് അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. എന്നാൽ പുതിയ ബില്ല് നിയമമാകുന്നതോടെ സർക്കാരിന് മുഴുവൻ അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യാം. സമുദായം നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രൈബ്യൂണലുകളിൽ നിന്നും വഖഫ് ഭരിക്കാനുള്ള അധികാരം ഭരണത്തിലിരിക്കുന്നവരുടെ നിയന്ത്രണത്തിലേക്ക് മാറുമോ എന്ന ആശങ്ക മുസ്ലിം സംഘടനകൾക്കുണ്ടാകാനുള്ള കാരണവും മറ്റൊന്നല്ല. ബ്രത്ത് ആൻഡ് ലേസർ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തി KSRTC. ആൽക്കഹോൾ അംശം കണ്ടെത്തുന്നവർ മരുന്ന് കഴിച്ചു എന്ന് അവകാശപ്പെട്ടാൽ വീണ്ടും പരിശോധന നടത്തണം. രണ്ടാമത്തെ പരിശോധനയിലും പോസിറ്റീവായാൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കരുത്. ഹോമിയോ മരുന്ന് കഴിച്ചയാൾക്ക് ബ്രത്ത് ആൻഡ് ലേസർ പരിശോധന പോസിറ്റീവായതിന് പിന്നാലെയാണ് തീരുമാനം. സർക്കുലറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നമുക്കറിയാം. ജീവിതത്തിൽ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു ഡ്രൈവർ പരിശോധനയിൽ പക്ഷേ അത് പോസിറ്റീവ് എന്ന് കാണിക്കുന്നു. മരുന്ന് കഴിച്ചിരുന്നു, ഹോമിയോ മരുന്ന് കഴിച്ചിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയുകയും പിന്നീട് നടന്ന പരിശോധനയിൽ അത് അദ്ദേഹം മദ്യം കഴിച്ചിട്ടില്ല എന്ന് തെളിയുന്ന സാഹചര്യം. അതിന് പിന്നാലെ KSRTC വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ, ആ തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം ഉമേഷ്.
രജിത്ത് പറഞ്ഞു തന്നെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്താൻ ഇടയാക്കിയ കാരണം. KB ഗണേഷ് കുമാർ വീണ്ടും ഗതാഗത മന്ത്രിയായി വന്ന ശേഷമാണ് ഇത്തരത്തിൽ KSRTC ജീവനക്കാർക്ക് ബ്രത്ത് അനലൈസർ വെക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ ആ ഡ്യൂട്ടിക്ക് എത്തുന്ന ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിക്കും. ഏതെങ്കിലും രീതിയിൽ മദ്യം ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയാൽ അവർക്ക് അന്നത്തെ ദിവസം ഡ്യൂട്ടിക്ക് നിയോഗിക്കില്ല. ആദ്യഘട്ടത്തിൽ വാണിംഗ് നൽകി പിന്നീടും ആവർത്തിച്ചപ്പോൾ അവർക്കെതിരെ സസ്പെൻഷൻ നടപടിയും സ്വീകരിച്ചു. ഇതേ തുടർന്ന് KSRTC ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞു എന്നും മന്ത്രി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് മറ്റൊരു വിഷയം ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നതാണ്. ഈ ഡ്രൈവർ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ലാത്ത ഡ്രൈവർ രാവിലെ ഡ്യൂട്ടിക്ക് എത്തുന്ന സമയത്ത് ബ്രത്ത് അനലൈസർ വഴി പരിശോധിച്ചപ്പോൾ മദ്യത്തിൻ്റെ അംശം, ആൽക്കഹോൾ അംശം കണ്ടെത്തിയിരുന്നു. അത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു താൻ ഹോമിയോ മരുന്ന് കഴിച്ചതിനെ തുടർന്നാണ് അത്തരത്തിൽ ഒരു പ്രശ്നം കാണിച്ചത് എന്ന്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് KSRTC ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ മെഡിക്കൽ ബോർഡിൻ്റെയും വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെയും സാന്നിധ്യത്തിൽ തെളിവെടുപ്പ് നടത്തി. ആദ്യം ഇദ്ദേഹത്തെ പരിശോധിച്ചു, ഈ മരുന്ന് കഴിക്കാതെ തന്നെ പരിശോധിച്ചു. അപ്പോൾ ബ്രത്ത് അനലൈസറിൽ ആൽക്കഹോൾ അംശം 0 എന്ന് കാണിച്ചു. അതിനുശേഷം ഇദ്ദേഹം സാധാരണ കഴിക്കുന്ന മരുന്ന് കഴിച്ച ശേഷം വീണ്ടും പരിശോധിച്ചു. അപ്പോൾ ആൽക്കഹോൾ അംശം 5 ഗ്രാം എന്ന രീതിയിൽ കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് KSRTC വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മെഡിക്കൽ വിഭാഗവുമായി ആശയവിനിമയം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ ഹോമിയോ മരുന്ന് കഴിച്ചാൽ അത് ഏകദേശം 10-20 മിനിറ്റ് മാത്രമേ ഇത്തരത്തിൽ ബ്രത്ത് അനലൈസറിൽ ഊതുമ്പോൾ ആൽക്കഹോൾ അംശം കാണിക്കുകയുള്ളൂ എന്ന ഉപദേശം കിട്ടി. അതുകൊണ്ട് തന്നെ ആദ്യം ഈ രീതിയിൽ എല്ലാ ദിവസവും ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ ബ്രത്ത് അനലൈസർ പരിശോധന നടത്തി ഏതെങ്കിലും ഒരാൾ പോസിറ്റീവ് ആകുന്ന ഒരാൾ, അതായത് ആൽക്കഹോൾ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തുന്ന ഒരാൾ താൻ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടാൽ അവർക്ക് 20 മിനിറ്റ് സമയം കൊടുക്കും. 20 മിനിറ്റ് അവിടെ വിശ്രമിച്ച ശേഷം വീണ്ടും ഒന്നുകൂടി പരിശോധിക്കും. 20 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പരിശോധിച്ചാൽ സാധാരണ ഹോമിയോ മരുന്നാണെങ്കിൽ അതിൽ ബ്രത്ത് അനലൈസറിൽ ആൽക്കഹോളിൻ്റെ അംശം വീണ്ടും 20 മിനിറ്റിന് ശേഷം പരിശോധിച്ചാൽ കാണില്ല എന്നുള്ളതാണ് വിദഗ്ധ അഭിപ്രായം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 20 മിനിറ്റിന് ശേഷം പരിശോധിച്ച് ആൽക്കഹോളിൻ്റെ അംശമില്ല എങ്കിൽ ഡ്യൂട്ടിക്ക് കയറാം, ഉണ്ട് എങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി അത് വിജിലൻസിന് റിപ്പോർട്ട് ചെയ്യാനും ആണ് പുതിയ സർക്കുലറിൽ പറയുന്നത്. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചെങ്കടലായി മധുര. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിലെ സീതാറാം യെച്ചൂരി നഗറിൽ ഉജ്ജ്വല തുടക്കം. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നയിക്കുന്നത് ഹിന്ദുത്വ കോർപ്പറേറ്റ് മിശ്ര സർക്കാരിനെയെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന ഭിന്നതയ്ക്കെതിരെ പ്രചാരണം നടത്തേണ്ടത് ഇടതുപക്ഷത്തിന്റെ ചുമതലയാണെന്ന് വിവിധ ഇടതു പാർട്ടി ദേശീയ നേതാക്കളെ വേദിയിലിരുത്തി പ്രകാശ് കാരാട്ട് പറഞ്ഞു. തമിഴക രാഷ്ട്രീയത്തിന്റെ തനത് ആഘോഷത്തോടെയായിരുന്നു പാർട്ടി കോൺഗ്രസിന് പതാക ഉയർന്നത്. മുതിർന്ന നേതാവും മുൻ PB അംഗവുമായ ബിമൻ ബസു ചെങ്കൊടി ഉയർത്തി. ആവേശത്തോടെ നേതാക്കളും പ്രവർത്തകരും രക്തപതാകയെ അഭിവാദ്യം ചെയ്തു. പ്രതിനിധി സമ്മേളനം PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാറിനെയും മോദി സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച ഉദ്ഘാടന പ്രസംഗം. കേരളത്തിലെ പിണറായി സർക്കാരിനെ പ്രകാശ് കാരാട്ട് പുകഴ്ത്തി. കേരളത്തിലെ LDF സർക്കാർ കേന്ദ്ര നയങ്ങൾ എതിർക്കുന്നതിൽ മുന്നിൽ നിന്നു. കേരള സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് വിവേചനം നേരിടുന്നുവെന്നും കാരാട്ട്. The LDF government in Kerala has been in the forefront in opposing the anti-people policies of the central government. Because the LDF government has sought to implement alternative policies, it is facing hostility and discrimination by the union government. 5 ദിവസം നീളുന്ന 24-ാം പാർട്ടി കോൺഗ്രസിൽ ഇന്ന് കരട് രാഷ്ട്രീയ പ്രമേയം, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചു. നാളെ ഇതിൽ ചർച്ച നടക്കും. ഭേദഗതികൾ ഉള്ളതിനാൽ ചർച്ച സജീവമാകും. നാളെ വൈകിട്ട് 4-ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. പുതിയ PBയും CCയും പാർട്ടി ജനറൽ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്താണ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുക. തമിഴകത്തിൽ പാർട്ടിക്കു പണ്ടേ കരുത്തുള്ള മധുരയിൽ പ്രൗഢഗംഭീരമായാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമായത്. ഇനി 2 കാര്യങ്ങളാണ് പ്രധാനം. ദേശീയ രാഷ്ട്രീയത്തിൽ CPIMന്റെ സാന്നിധ്യമുറപ്പിക്കാനുള്ള പുതിയ അടവ് നയങ്ങൾ എന്താണ്? ഒപ്പം പാർട്ടിയെ നയിക്കാൻ ആരാണ് പുതിയ ജനറൽ സെക്രട്ടറി? ഇത് രണ്ടിനും ഇനി 4 നാളുകൾ കാത്തിരിക്കണം. ക്യാമറാമാൻ രാജേഷ് വള്ളിരിക്കൊണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം, 24.
വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ ലോക്സഭയിൽ ഹൈബിയുടെ എം പി സംസാരിക്കുന്നു. തത്സമയം. Sir, not only just in Manipur, sir, there are many other issues. When the CBCI and KCBC raised their voice, it was against the FCRA, which was their right for the charitable institutions. You never heard them. The Anglo-Indian reservation, we had 2 MPs in this August House and 10 MLAs in the respective assemblies. Sir, you scrapped the law. Ravi Shankar Prasad was your first speaker. When he was a law minister, you scrapped the law. I'm challenging the BJP government. Can you bring that minority, microscopic minority, back into this August House? You have to answer this question. Sir, boy. He is not an Anglo-Indian, sir. आपको गलत फहमी है. वो Anglo-Indian community नहीं है. आपको गलत फहमी है. This is the problem of the BJP, sir. So, sir, there are many issues in which the entire BJP has been showing the Hippocratic stand to the Christian community. There have been many issues, the anti-conversion bill in Karnataka. Sir, the recent incident in Chhattisgarh, Raipur, in March 25. Sir, yesterday in Jabalpur, in a public incident, Catholic priest and the laity were assaulted by a group of extreme Hindutva people, sir. Sir, according to the eyewitness, a group of Catholic pilgrims from Mandala Parishad were on a pilgrimage. Sir, if you have to perform a religious function also, you have to get the sanction of the Sangha Parivar and RSS in this country, sir. To exercise your constitutional right to preach your religious freedom, we have to get a letter from the RSS. This is not possible, sir. You are now attacking the Muslims, encroaching their property. Next, you are coming after the Christians who wants the prime land in many cities in India, colleges, hospitals, schools, institutions, churches. They would be encroached. Next is the church bill. The BJP is against the minorities. Day after tomorrow, it would be the Sikhs, the Buddhists, the Jains, the Adivasis, the OBCs, the Dalits. This is an anti-constitutional law. This is an anti-minority law. We are strongly opposing the Waqf Amendment Bill 2025, sir. माननीय सदस्य श्री डॉक्टर संबित पात्रा जी. एक मिनट जस्ट संबित पात्रा जी. വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുനമ്പത്ത് ജനങ്ങൾക്ക് ഭൂമി തിരികെ നൽകുമെന്ന് കേന്ദ്രം വിശദീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈബിയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോക്സഭയിലേക്ക് തത്സമയം. Bishop House was attacked by a congressman. This is with me. This FIR is with me. I will place on this table on record 16/5/2014. Congress people, youth Congress people, because their candidate was defeated. He is sitting there now. I don't mention the name. The person is sitting here. This FIR is here. And വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. CPIM പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിൽ വനിതാ പ്രാതിനിധ്യത്തിൽ കേരള ഘടകത്തിന് വിമർശനം. സംസ്ഥാന സമിതിയിൽ വനിതകളുടെ എണ്ണം 12 മാത്രം. ആകെ അംഗങ്ങളുടെ 13.5% മാത്രമാണിത്. ഇത് വളരെ കുറവാണെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി കമ്മിറ്റിയിൽ 25% വനിതകളെന്ന കൊൽക്കത്ത പ്ലീനം നിർദ്ദേശം നടപ്പായില്ല എന്നും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. മധുരയിൽ നിന്ന് R. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സംഘടനാ റിപ്പോർട്ടിൽ വനിതാ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് ഇടം പിടിക്കുന്ന വിമർശനം, അതിന്റെ വിശദാംശം ശ്രീജിത്ത്. റിജിത്ത്, കൊൽക്കത്ത CPIMന്റെ പ്ലീനം തീരുമാനിച്ചത് പാർട്ടിയുടെ കമ്മിറ്റികളിൽ സ്ത്രീകൾക്ക് 25% സീറ്റ് പ്രാതിനിധ്യം ഉണ്ടാകണമെന്നാണ്. എന്നാൽ ആ തീരുമാനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വന്നുവെന്നാണ് സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴും പുരുഷാധിപത്യം സ്ത്രീകളുടെ കടന്നുവരവിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. സ്ത്രീകളുടെ പദവികൾ തടയുന്നത് ഈ പുരുഷാധിപത്യ പ്രവണതകളാണ് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടി പരിപാടികൾ സ്ത്രീകൾ പങ്കെടുക്കുന്നെങ്കിലും അവർക്ക് പദവികളിലേക്ക് എത്താൻ കഴിയുന്നില്ല. പാർട്ടി മെമ്പർഷിപ്പിൽ തന്നെ ഉള്ള ഈ വനിതാ പ്രാതിനിധ്യത്തിൽ അവർക്ക് അതിനനുസൃതമായ ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് ഉള്ളത്. കേരളത്തിലും സമാനമായ അവസ്ഥ നിലനിൽക്കുന്നു.
നിൽക്കുന്നു. കേരളത്തിലെ 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ വെറും 12 പേർ മാത്രമാണ് വനിതകളായിട്ടുള്ളത്. ഇത് ആകെയുള്ള അംഗസംഖ്യയുടെ 13.5% മാത്രമാണ്. നേരത്തെ ഇതര സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, അതോടൊപ്പം മധ്യപ്രദേശ്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രാതിനിധ്യം ഇതിനേക്കാൾ കൂടുതലാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോഴും 13% തന്നെ നിൽക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ ഉന്നയിക്കുന്ന വിമർശനം. ആർഷയത്ത് തുടരുക. പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയ സംഘടനാ റിപ്പോർട്ട് ചർച്ചയിൽ കേരളത്തിൽ നിന്ന് 7 പേർ പങ്കെടുക്കും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ആർഷയത്ത് നൽകും. ശ്രീത്ത്, ചർച്ചയിൽ പങ്കെടുക്കുക ആരൊക്കെ ശ്രീത്ത്? റീജിത്ത്, മൊത്തം 8 പേരാണ് കേരളത്തിൽ നിന്ന് ഈ രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിലും ഒപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 1 മണിക്കൂറും 12 മിനിറ്റുമാണ് കേരളത്തിനായി ഈ ചർച്ചയിൽ ലഭിക്കുന്ന സമയം. 46 മിനിറ്റ് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയും 26 മിനിറ്റ് ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയുമാണ്. ഈ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന 8 പേരിൽ 3 മന്ത്രിമാരുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ്, MP രാജേഷ്, ഡോക്ടർ R ബിന്ദു എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർ. ഒപ്പം തന്നെ PK ബിജു, KK രാഗേഷ്, കൊച്ചി മേയർ M അനിൽകുമാർ, ജെയ്സി തോമസ്, ഡോക്ടർ TN സീമ എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. 4 പേർ വീതമായിരിക്കും ഈ സംഘടനാ ചർച്ചയിലും രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ചർച്ചയിലുമായി പങ്കെടുക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 46 മിനിറ്റ് ചർച്ചയിലേക്കുള്ള സമയമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ ലഭിക്കുന്നത്. ശരി, രാഷ്ട്രീയ പ്രമേയ സംഘടനാ റിപ്പോർട്ട് ചർച്ചയിൽ കേരളത്തിൽ നിന്ന് 8 പേരായിരിക്കും പങ്കെടുക്കുക. ആർഷയത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മധുരയിൽ നിന്ന്. പാർട്ടി കോൺഗ്രസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് കുടുംബസമേതമാണ്. ഭാര്യ കമലാ വിജയനും കൊച്ചുമകൻ ഇഷാൻ വിജയ്ക്കും ഒപ്പം മുഖ്യമന്ത്രി സമ്മേളന നഗരിയിലേക്ക് നടന്നു നീങ്ങുന്നത് കൗതുക കാഴ്ചയായി. ഇത് മധുര പാർട്ടി കോൺഗ്രസിലെ ഒരു നല്ല കുടുംബ കാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലയ്ക്കും കൊച്ചുമകൻ ഇഷാൻ വിജയ്ക്കുമൊപ്പം സമ്മേളന നഗരിയിൽ ഒരുമിച്ച് ഒരു കാറിലെത്തി. ഒരുമിച്ച് തന്നെ പ്രതിനിധി സമ്മേളന ഹാളിലെ മുൻനിരയിൽ. കൂട്ടിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. പാർട്ടി പ്രവർത്തനം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി. ഏറെ സന്തോഷമുള്ള സമയമെന്ന് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയൻ 24-നോട്. വളരെ സന്തോഷം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്. വളരെ സന്തോഷം. ഇത് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. വലിയ സന്തോഷം. പഴയ ഒരു സമ്മേളന താരമാണ് കൊച്ചുമകൻ കേഗു എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ഇഷാൻ വിജയ്. 2012-ലെ തിരുവനന്തപുരം സമ്മേളനത്തിൽ പിണറായിയും ഭാര്യ കമലയും കൊണ്ടുവന്ന കൈക്കുഞ്ഞ് അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു. 8ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസിനെത്തിയ ഇഷാൻ 24-നോട് മനസ്സ് തുറന്നു. വളരെ സന്തോഷമുണ്ട്, ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അച്ചാച്ചന്റെ കൈ പിടിച്ച് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സമ്മേളനത്തിൽ വന്നതാണ്. അതെ ശരിയാണ്. ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. പിണറായിയുടെ മകൾ വീണ വിജയൻ എത്തിയത് ഭർത്താവ് മന്ത്രി PA മുഹമ്മദ് റിയാസിനൊപ്പമാണ്. കുടുംബത്തോടൊപ്പം പണ്ടേ സമ്മേളനത്തിൽ വരുന്നതിനെക്കുറിച്ച് വീണ പ്രതികരിച്ചു. നല്ല സന്തോഷമുണ്ട്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോഴും കുടുംബങ്ങളൊന്നിച്ചാണല്ലോ വന്നത്. പാർട്ടി കോൺഗ്രസിലെ നല്ല കാഴ്ചയ്ക്കപ്പുറം 3 തലമുറയാണ് പിണറായിക്കൊപ്പം സമ്മേളനത്തിലെത്തിയത്. പൊതുപ്രവർത്തകർ സ്വന്തം കുടുംബത്തെ ഒപ്പം കൂട്ടണം എന്ന സന്ദേശം കൂടി നൽകുകയാണ് പിണറായി കുടുംബം. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം, 24. 24 എക്സ്ക്ലൂസീവ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ട്രാക്ടർ ഓടിച്ച സംഭവത്തിൽ ട്രാക്ടർ ഉടമയ്ക്ക് പിഴയിട്ട് എൻഫോഴ്സ്മെന്റ് RTO. 5000 രൂപയാണ് പിഴ ചുമത്തിയത്. K സുരേന്ദ്രന് ട്രാക്ടർ ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല എന്നാണ് പാലക്കാട് SP-യുടെ മറുപടി. K സുരേന്ദ്രനെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് നിയമ നടപടി തുടരുമെന്ന് പരാതിക്കാരൻ മുഹമ്മദ് ഫസൽ 24-നോട് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇലക്ഷൻ റൂള് വയലേറ്റ് ചെയ്യുകയും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ദുരുപയോഗമാണ് ഞാൻ ശ്രദ്ധപ്പെടുത്തിയത്. പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ട്രാക്ടർ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ ഫൈൻ വാങ്ങിയിട്ട് ഈ കേസ് ഇപ്പോൾ പോലീസ് അവസാനിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. അത് ഒരു ശരിയായ രീതിയല്ല. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷനും ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഈ പരാതിക്കെതിരെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? പരാതിക്കാരൻ ഈ നടപടിയിൽ തൃപ്തനല്ല, തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വിവരങ്ങൾ എന്താണ് ശ്രീത്ത്?
ടി കെ റീത്ത് നവംബർ മാസം 14 തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഇത്തരമൊരു സംഭവം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പരാതി അപ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ മുഹമ്മദ് ഫസൽ SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ് എറണാകുളത്തെ, അദ്ദേഹം നൽകുകയുണ്ടായി. അത് പോലീസിന് നൽകി, മോട്ടോർ വാഹന വകുപ്പിനടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം നൽകിയിരുന്നു. ഇതിലിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയാണ് വന്നിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് സുരേന്ദ്രനെതിരെ രൂക്ഷമായ പരാമർശം ഇതിലുണ്ട്. അതിലേറ്റവും പത്തനംതിട്ട SP ഈ മുഹമ്മദ് ഫസലിന് നൽകിയ മറുപടി കത്തിൽ പറയുന്നത് സുരേന്ദ്രന് ഈ ട്രാക്ടർ ഓടിക്കാൻ മതിയായ ലൈസൻസ് ഇല്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ട്രാക്ടർ ഓടിച്ചതിന് സുരേന്ദ്രനെതിരെ മറ്റു തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും എടുത്തതായി ഈ മറുപടി കത്തിൽ പറയുന്നില്ല. പക്ഷേ ട്രാക്ടർ ഉടമയ്ക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. 5000 രൂപ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് പിഴയിട്ടു എന്നാണ് പറയുന്നത്. അന്ന് LDFന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടാണ് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനായി BJPയുടെ നേതാക്കൾ എല്ലാവരും തന്നെ ഇത്തരത്തിലൊരു ട്രാക്ടർ റാലിയിൽ അണിനിരുന്ന ട്രാക്ടർ റാലിയിലാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ C കൃഷ്ണകുമാറിനെ ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുത്തി K സുരേന്ദ്രൻ ട്രാക്ടർ ഓടിച്ചത്. അതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരൻ തൃപ്തനല്ല, തുടർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മുഹമ്മദ് ഫസൽ 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വർക്കല പേരാറ്റിൽ അമ്മയും മകളും വാഹനാപകടത്തിൽ മരിച്ച കേസിൽ ഡ്രൈവർ കീഴടങ്ങി. ഒളിവിൽ പോയ റിക്കവറി വാൻ ഡ്രൈവർ ടോണി വർക്കല പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഈ രണ്ടുപേർക്ക് ഉത്സവാഘോഷത്തിനിടെ 2 പേർക്ക് ജീവൻ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടമാണ്. പ്രതി ഒളിവിലായിരുന്നു, അയാൾ കീഴടങ്ങുന്നു. വിവരങ്ങൾ എന്താണ് അജീഷ്? റീജിയത്തെ അപകടം നടന്ന 3 ദിവസത്തിന് ശേഷമാണ് ഈ പ്രതി കീഴടങ്ങിയിട്ടുള്ളത്. ഞായറാഴ്ച രാത്രി 10 മണിക്കാണ് വർക്കല ഈ പേരേറ്റിൽ ഈ ക്ഷേത്ര ഉത്സവത്തിലെ പരിപാടി കഴിഞ്ഞ് മടങ്ങിയവർക്ക് നേരെ റിക്കവറി വാഹനം ഇടിച്ചു കയറിയത്. 5 പേർക്കായിരുന്നു പരിക്കേറ്റതിൽ 2 പേരായിരുന്നു മരിച്ചത്. വർക്കല സ്വദേശികളായിട്ടുള്ള രോഹിണിയും മകൾ അഖിലയുമായിരുന്നു മരിച്ചത്. ബാക്കിയുള്ള 3 പേർ ഗുരുതരമായി പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്ന് തന്നെ ഈ റിക്കവറി വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയ ടോണി പിന്നെ ഒളിവിലായിരുന്നു. അതിനുശേഷമായിരുന്നു അയാൾ ഇന്ന് ഉച്ചയ്ക്ക് വർക്കല പോലീസിൽ കീഴടങ്ങിയത്. പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷം ഇന്ന് ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഓൺലൈനിലൂടെയുള്ള പശു വിൽപ്പനയുടെ പേരിൽ തട്ടിപ്പ്. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിക്ക് 1 ലക്ഷം രൂപ നഷ്ടമായി. സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മട്ടന്നൂർ കുമ്മാനം സ്വദേശി റഫീഖ യൂട്യൂബിലൂടെയാണ് പശുവിനെ വിൽക്കാനുള്ള പരസ്യം കണ്ടത്. भाई साहब मैं तो ये बात कहने लग रहा हूँ, कोई भी पशु लो, अगर आप दूध पीने खातर पशु लो तो उसके लिए 1 दिन का टाइम भी निकाल सकते हैं भाई, निकाल सकते हैं। हाँ, मैं तो यह बात कहूँ, अपना हाथ तो लो, उससे पर विश्वास करो, दुनिया पर कोई विश्वास ना करो। जी जी, चाहे मैं हूँ और चाहे कोई और हो। तो ये इन्होंने ये इनका जो कटु अनुभव है വീഡിയോയിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടു. രാജസ്ഥാനിലെ സംഘമാണ് കച്ചവടത്തിന്റെ മറുവശത്ത്. 10 പശുക്കളും 2 എരുമയുമടക്കം 5.6 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. എല്ലാം വാട്സാപ്പിലൂടെ. 12-ാം തീയതി യൂട്യൂബിൽ കണ്ടു. നമ്മൾ 17-ാം തീയതിയിലും എല്ലാം ഉറപ്പിച്ച് പൈസ അയച്ചു. 1 ലക്ഷം രൂപ അഡ്വാൻസ് അയച്ചു. ആ ഫോണിൽ സംസാരിച്ചു, പൈസ അയച്ചു. വാട്സാപ്പിൽ പശുവിനെ കാണിച്ചു തന്നു, എരുമിനെ കാണിച്ചു തന്നു, കയറ്റി വിടാമെന്നും പറഞ്ഞു. അതാണ് കണ്ടീഷൻ. 10 പശു 2 എരുമ 560. 1 ലക്ഷം രൂപയാണ് അഡ്വാൻസായി ആവശ്യപ്പെട്ടത്. ബിൽ അയച്ചു തന്നതോടെ റഫീഖ അഡ്വാൻസ് തുക നൽകി. എന്നാൽ ഏറെ വൈകാതെ ഇത് തട്ടിപ്പാണെന്ന റഫീഖിന് ബോധ്യമായി. തട്ടിപ്പാണ്. GPS കട്ടായി എന്നുണ്ട്. ആന്ധ്രയിൽ നിന്ന് 70,000 രൂപ അടക്കണം തന്നെ. അപ്പം എനിക്ക് തട്ടിപ്പാന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞില്ല, പശു എനിക്ക് ഡെലിവറി തന്നാൽ മാത്രമേ പൈസ തരൂ, അതിനെപ്പറ്റി നിങ്ങളൊന്നും ചെയ്ത് നിങ്ങൾ എങ്ങനെയാലും സാധനം എടുത്ത് ചോദിച്ചുള്ളൂ. എന്നാൽ കാശ് തരും, അല്ലെങ്കിൽ കാശ് തരില്ല. അതിന് ശേഷം അവർ നല്ല സൗണ്ടിൽ വർത്തമാനം പറഞ്ഞു. പിന്നെ വേറൊരു ഫോൺ അതേ യൂട്യൂബിൽ തന്നെ, യൂട്യൂബ് ഇങ്ങനെ മറിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതേ യൂട്യൂബിൽ നമ്പർ വേറെ ആളതന്നെ. വേറെ ആളെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചേക്കുമ്പോൾ കൊച്ചിയിൽ നിന്നും പറഞ്ഞ് വിളിപ്പിച്ചു. അത് ഇത് നോക്കുമ്പോൾ ഇതേപോലെ സംഭവം, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതന്നെ സെയിം. കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമാണുള്ളത്. 24 കണ്ണൂർ. CPIMന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് മധുരയിൽ. പാർട്ടി കോൺഗ്രസിനിടയിൽ പാർട്ടിയോട് സ്നേഹമില്ലാത്തവർ നടത്തുന്ന ഒരു പ്രചാരണം MA ബേബി ചൂണ്ടിക്കാട്ടി. താൻ ജനറൽ സെക്രട്ടറിയാകുമെന്നത് പാർട്ടിയോട് സ്നേഹമില്ലാത്തവർ നടത്തുന്ന അസത്യ പ്രചാരണമെന്ന് MA ബേബി 24നോട് പറഞ്ഞു. മധുരയിൽ മധുരമുള്ള പ്രചാരണങ്ങളും സ്നേഹമില്ലാത്ത പ്രചാരണങ്ങളും എന്തെല്ലാം കാണാം. വാൽകൃഷ്ണൻ. കുടുംബക്കാരെല്ലാരും ഉണ്ടല്ലോ, എന്താ പരിപാടി? രാജ്യം ഉറ്റുനോക്കുന്ന സമ്മേളനമല്ലേ? പിന്നെ രാജ്യത്തെ വലിയ പാർട്ടിയുടെ വലിയ സമ്മേളനം നടക്കല്ലേ, അതറിയാത്ത പോലെ ആരെങ്കിലും ഉണ്ടാവുമോ?
ഞങ്ങളൊരു ഓൾ ഇന്ത്യ പാർട്ടിയല്ലേ. ഇന്റർനാഷണൽ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ പോവുകയാണ് മധുരയിൽ പോയിട്ട്. മധുര പാർട്ടി കോൺഗ്രസ് വളരെ സങ്കീർണമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കൂടുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ പാർട്ടിക്ക് ഇപ്പോൾ ഒരു ജനറൽ സെക്രട്ടറിനെ വേണം. ദേശീയ കാര്യങ്ങൾ ആകെ മാറ്റിമറിച്ചിട്ടില്ലെങ്കിലും സമ്മേളനം കഴിയുമ്പോൾ ഒരു സെക്രട്ടറി ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നേതൃത്വത്തെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല. അപ്പൊ അത് ഉറപ്പിച്ചോ? അതിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷെഡ്യൂൾ ഇട്ടു. അപ്പൊ ഇതുവരെ സംഭവിച്ചു പോകുന്നതിൽ വല്ല മാറ്റവും സംഭവിക്കുമോ? വർത്തമാന കാലഘട്ടത്തിൽ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് എല്ലാ രംഗത്തും മാറ്റം പാർട്ടിയിലുണ്ടാവും. പക്ഷേ സംഗതി MA ബേബിക്കാണ് നറുക്ക് എന്നും പറഞ്ഞങ്ങാണ്ട് മധുരയിൽ കൂടെ ആരൊക്കെയോ പാട്ടും പാടി നടന്നു. ആ പാട്ട് MA ബേബിയുടെ ചെവിയിലും എത്തി. അത് എന്നോട് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചിലർ പക്ഷേ പാർട്ടിയോട് വേണ്ടത്ര സ്നേഹമില്ലാത്തത് കൊണ്ട് നടത്തുന്ന ഒരു അസത്യ പ്രചരണമാണ്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടിനോടും MA ബേബിനോടും ഇക്കൂട്ടർക്ക് സ്നേഹമില്ലാന്ന്. അപ്പോൾ മുണ്ടെടുത്ത MA ബേബി ആവൂലേ സെക്രട്ടറി? കാരണം മുണ്ടിനേക്കാരും നല്ലത് പാൻ്റ് ആയാൽ പാർട്ടി കൂടുതൽ ശക്തിപ്പെടും. അപ്പൊ മുണ്ട് മാറ്റി പാൻ്റ് ഇടാനാണോ മധുരക്ക് പോയത്? അതൊരു സമ്മേളനത്തിന്റെ നടപടിക്രമമാണ്. എന്ത് മുണ്ട് മാറ്റി പാൻ്റ് എടുക്കലോ? വേറെന്തൊക്കെ ഇതേപോലെ മാറ്റണത്? ഇനി എന്തൊക്കെ ചെയ്യണം അത് ഈ പാർട്ടി കോൺഗ്രസ് ചിന്തിക്കും, പരിശോധിക്കും, തീരുമാനിക്കും. ബേബി സഖാവേ, ഇവർ രണ്ടാളും പറയണത് നിങ്ങൾ കേട്ടോ? ഇത് രണ്ടും ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതെ അതെ, അതിനൊക്കെ അവിടെ നിരീക്ഷകരും റെഡി അത്രേ. എല്ലാ സമയത്തും പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നിരീക്ഷകനായിട്ട് പങ്കെടുക്കാൻ പാർട്ടി അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ സന്തോഷത്തോടുകൂടി പങ്കെടുക്കും. അപ്പൊ പേടിക്കണ്ട, നിരീക്ഷകര് നിരീക്ഷിച്ച് മാറ്റം വരുത്തും. എന്തായാലും മാറ്റം വരുന്ന വിചാരിക്കുന്നത്. അപ്പൊ ലോകം ഉറ്റുനോക്കുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സഖാക്കള്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ കൈക്കൊള്ളും. അപ്പൊ മധുരയിലെ തീരുമാനങ്ങൾ ആർക്കൊക്കെ മധുരിക്കും, ആർക്കൊക്കെ കയ്പുള്ളതാവുന്നൊക്കെ കാത്തിരുന്ന് കാണാം. പാൽകഷ്ണത്തോടെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.